ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫോർട്ട് കൊച്ചിനെ പറ്റിയാണ്. ഒരു ടൂറിസ്റ്റ് പ്ലേസായ ഫോർട്ട് കൊച്ചി. അപ്പോൾ ആദ്യമായിട്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ സ്ഥലം, പക്ഷേ ഡച്ച്, പോർട്ടുഗീസ്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ, ഇവരുടെ ഭരണകാലത്തിൻ്റെ ചരിത്രം സൂക്ഷിച്ചിരിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ, അതിൻ്റെ ചരിത്രത്തിൻ്റെ സാക്ഷ്യപത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്ഥലം എന്ന് വേണമെങ്കിൽ ഇതിനെപ്പറ്റി പറയാം. അപ്പോൾ ഇത് നമ്മൾ എറണാകുളത്തിൻ്റെ പടിഞ്ഞാറേ സൈഡിലാണ് ഇത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ടൗൺഷിപ്പ്, അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി മട്ടാഞ്ചേരി, അത് ഇതിൻ്റെ അടുത്ത് തന്നെ. നമ്മൾ എറണാകുളത്ത് നിന്ന് വരികയാണെങ്കിൽ 12 കിലോമീറ്റർ, എറണാകുളത്ത് നിന്ന് ബോട്ട് വഴി വരികയാണെങ്കിൽ നമുക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താൻ പറ്റും ബോട്ട് വഴി, ബോട്ട് ജെറ്റിൽ നിന്ന്, എറണാകുളം ബോട്ട് ജെറ്റിൽ നിന്ന്. അതുപോലെ തന്നെ നമ്മൾ പ്ലെയിനിൽ ആണെങ്കിൽ നമുക്ക് നെടുമ്പ്രാശ്ശേരിക്ക് 40 കിലോമീറ്റർ ദൂരമുണ്ട്. നെടുമ്പ്രാശ്ശേരിയിൽ നിന്ന് ഫോർട്ട് കൊച്ചി. നമ്മൾ ആദ്യമായിട്ട് കാണാൻ ഉദ്ദേശിച്ച സ്ഥലം ഈ ഇന്ത്യൻ നേവി മാരിടൈം മ്യൂസിയമായിരുന്നു. ഇവിടെ നമുക്ക് പഴയകാലത്തെ ഹെലികോപ്റ്ററുകൾ, പണ്ട് നേവി ഉപയോഗിച്ചിരുന്ന വെപ്പണുകൾ, തോക്കുകൾ, അതുപോലെ പഴയ യൂണിഫോമുകൾ, ഇതെല്ലാം നമുക്കിവിടെ കാണാം. ഇതൊക്കെ ഈ മ്യൂസിയത്തിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഗേറ്റിന് വെളിയിൽ കണ്ട കാര്യങ്ങളാണ്. ഒരു ചെറിയ ബീച്ചാണ്, വലിയതായിട്ട് കാണാനൊന്നുമില്ല. എങ്കിലും മഹാത്മാഗാന്ധിയുടെ പേര് കേട്ടപ്പോൾ ഞാനൊന്ന് കയറിപ്പോയി, 2 ഫോട്ടോ എടുത്തു പോയി. എങ്കിലും ഈ ഉച്ച സമയത്ത് കുറച്ച് ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ബീച്ച് കാണാനായിട്ട്. പിന്നെ കപ്പലുകൾ പോകുന്നത് കാണാൻ പറ്റും. അല്ലാതെ വേറെ, പക്ഷെ വൈകുന്നേരം ഇഷ്ടം പോലെ ആളുകൾ വരുമെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം തന്നെ അധികം കാറുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്നത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ഇത് വാസ്കോ ഡ ഗാമേനെ ആദ്യം സംസ്കരിച്ച പള്ളി ഇതാണ്. ആ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയുടെ അടുത്തുള്ള ആ സ്ഥലത്തിന് വാസ്കോ ഡ ഗാമ സ്ക്വയർ എന്നാണ് ഒരു പേരിട്ടിരിക്കുന്നത്. ഇതാണ് വാസ്കോ ഹൗസ്. വാസ്കോ ഡ ഗാമ എന്ന് താമസിച്ചിരുന്ന വീട്. നമ്മൾ ബിഗ് ബി പടം കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാര്യം പിടികിട്ടും. മമ്മൂട്ടിയുടെ വീടാണിത് ആ പടത്തിൽ. നമ്മളിപ്പോഴ് ബീച്ച് വേയിൽ കൂടെ ബീച്ചിലോട്ട് പോവുക. അപ്പം ബീച്ച് വേയുടെ ഒരു അന്തരീക്ഷം ഇതാണ്. ബീച്ച് വേയിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. നടക്കാനൊക്കെ സുഖമാണ്, നല്ല തണൽ മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടികളുടെ പാർക്കുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട്. നെഹ്റു പാർക്ക് ഫോർ ചിൽഡ്രൻ.
ഇത് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോയുടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇതിലൂടെ നമുക്ക് അകത്ത് കിടന്നു കഴിഞ്ഞാൽ ബോട്ടിൽ കയറി പോകാം. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈക്കോർട്ട് വരെ പോകാം. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ടിക്കറ്റ് അവിടെ നിന്ന് എടുത്താൽ തിരിച്ചിങ്ങോട്ട് വരാം. അപ്പോൾ ഇവിടെ ആണ് നമ്മൾ ചിനവല ഫിഷിങ് കാണാനുള്ള സ്ഥലം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്. ഇവരോട് പറഞ്ഞാൽ നമുക്ക് വേണ്ടി അതിന് പൈസ കൊടുക്കണം. നമുക്ക് വേണ്ടി അവർ ചീനവല ഇടും, അതിൽ കിട്ടുന്ന മീൻ അവരെടുക്കും. നമുക്ക് ആ മീൻ വേണമെങ്കിൽ കാശ് കൊടുത്താൽ അവർ തരികയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വെയിറ്റുകളാണ്. ഈ വെയിറ്റ് കൂടുതൽ കാരണം ഇതിങ്ങനെ താഴെ തന്നെ ഇരിക്കും. അതിൽ നിന്ന് വെയിറ്റ് റിലീസ് ചെയ്യുമ്പോൾ ആ കല്ലൊക്കെ വെച്ചിരിക്കുന്നത് വെയിറ്റാണ്. റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ വല അങ്ങ് വെള്ളത്തിലോട്ട് താഴും. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് പൊക്കുമ്പോൾ ആ വലയുടെ അകത്തുള്ള മീൻ കിട്ടും. ഈ കല്ലെടുത്ത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗം പൊങ്ങുകയും വല താഴുകയും ചെയ്യും. വലയുടെ എൻഡ് താഴത്തോട്ട് പോകും ഈ കല്ലെടുത്ത് മാറ്റിക്കഴിഞ്ഞ്. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കപ്പലൊക്കെ പോകുന്നതാണ്. ഇതെല്ലാം ഫിഷിൻ്റെ കട. ഫിഷ് വറുത്ത് നമുക്ക് അവരൊരു മെനു തരും. ഈ കടകളിൽ കുറേ കടകളുണ്ട് ഇതുപോലെ. അപ്പോൾ ഈ മെനുവിൽ നിന്ന് നമ്മൾ ഫിഷ് സെലക്ട് ചെയ്തിട്ട് ആ മെനു അനുസരിച്ച് നമുക്ക് ഏത് തരത്തിലുള്ള പ്രിപ്പറേഷനാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കൂട്ടിൻ്റെ അകത്തൊക്കെ നല്ല ഫ്രഷ് മീൻ ഐസൊക്കെ ഇട്ട് വെച്ചിരിക്കുക. അപ്പോൾ അവർ അതനുസരിച്ച് ഉടനെ പ്രിപ്പയർ ചെയ്ത് തരും. വലിയ കോസ്റ്റൊന്നുമില്ല, നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. ഇപ്പം ഈ സമയം അവർ പറയുന്നത് വേലിയേറ്റമാണ്. പിന്നെ ഈ പായൽ വന്നു കഴിഞ്ഞാൽ അവർ ഇറക്കത്തില്ല. അപ്പോൾ ഇതാണ് മട്ടാഞ്ചേരി കൊട്ടാരം. അപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ അകത്ത് തന്നെയാണ് ഈ പഴയന്നൂർ ദേവി ടെമ്പിൾ. അതിൻ്റെ തൊട്ട് അപ്പുറത്ത് കാണുന്നത് ഒരു കൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ജോൾ സ്ട്രീറ്റിൽ അങ്ങനെ ക്വാളിറ്റിയുള്ള സാധനങ്ങളൊന്നുമില്ല. ഇതുപോലെ കുറേ കൊച്ചു കടകളാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ബോട്ട് ജെട്ടി ഉണ്ട്. അതിൻ്റെ ഒരു പാർക്കിംഗ്. ഇതാണ് ജൂൾ സ്ട്രീറ്റ്. മെയിനായിട്ടും ഈ കരകൗശല വസ്തുക്കളുടെ ഒരു കച്ചവട കേന്ദ്രമാണ്. കുറേ തുണിക്കടകളൊക്കെ ഉണ്ട്, അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് ഒന്നുമില്ല. ഇതാണ് മട്ടാഞ്ചേരിയിലുള്ള ജൈനക്ഷേത്രം. ഇവിടെ രാവിലെ മാത്രമേ ഉള്ളൂ പ്രവേശനം, അതുകൊണ്ട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുക. ഇത് നമ്മുടെ ഒരു ഡച്ച് സിമിറ്ററിയാണ്. സിമിത്തേരി അന്ന് ഡച്ചുകാർ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പൊക്കെ ആളുകളെ അടക്കം ചെയ്തിരുന്നത് ഇതിവിടെയാണ്. നൂറോളം ശവകുടീരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്, ഡച്ചുകാരുടെ ശവകുടീരങ്ങൾ.
അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഒരു കഥകളി സെൻറ്ററിലാണ്. അവിടെ നമുക്ക് ഒരു 6 മണിക്ക് മുമ്പായിട്ട് ചെല്ലുകയാണെങ്കിൽ കഥകളി മേക്കപ്പ് ഇടുന്നത് കാണാം, പിന്നെ കഥകളി കാണാം. അത് കഴിഞ്ഞ് അവിടെ വാൾപ്പയറ്റിൻ്റെ ഒരു സംഭവമുണ്ട്, ഈ ഷോ ഉണ്ട്. അതുപോലെ തെയ്യത്തിൻ്റെ ഒരു ഷോ ഉണ്ട്. അടുത്തത് നമ്മൾ കാണുന്നത് ബാസ്റ്റിയൻ ബംഗ്ലാവ്. അടുത്തത് സാന്താക്രൂസ് കത്തീഡ്രൽ ബസലിക്ക. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ജൂതപ്പള്ളി. 450 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ജൂതപ്പള്ളി. ഫോർട്ട് കൊച്ചിയെ പറ്റി ഒരു ദിവസം കൊണ്ട് പറയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു, ഇത് ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.